എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. കക്ഷി ചേരാൻ സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ല. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിൽ അന്വേഷണം നടത്താൻ ജി സുധാകരന്റെ നിർദ്ദേശം. ചുമതല പൊതുമരാമത്ത് വിജിലൻസിന്. ഇ.പി. ജയരാജൻ അവഹേളിച്ചു എന്ന പരാതിയുമായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. മന്ത്രി അകാരണമായി ശാസിച്ചു. നിങ്ങളൊക്കെ നോമിനേറ്റഡ് പോസ്റ്റ് ആണ്, നിങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ്, ഒറ്റ സ്പോർട്സുകാരുണ്ടോ ബോർഡിൽ? പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി. കാരണം നമ്മുടെ അടുത്തൊന്നും ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആരോപണം നിഷേധിച്ച ഇ.പി. ജയരാജൻ. വിമാനയാത്രാ സൗജന്യത്തെക്കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ എന്ന് പിണറായി. പ്രതിഷേധവുമായി പ്രതിപക്ഷം. KPCCയിലെ തർക്കങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടൽ. മുതിർന്ന നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചു. കേരളത്തിൽ നേതൃശൂന്യതയെന്ന് ഹൈക്കമാൻഡിനോട് തിരുവഞ്ചൂർ. സുധീരൻ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. സുധീരനെ തള്ളി MM ഹസൻ. നിശ്ചയിച്ചതുപ്രകാരം വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് കരൺ അദാനി. ആദ്യഘട്ടം 1000 ദിവസത്തിനകം പൂർത്തിയാക്കും. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കരൺ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന TS ജോൺ അന്തരിച്ചു. അന്ത്യം അർബുദ രോഗബാധയെ തുടർന്ന് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ. SNC ലാവ്ലിൻ കേസിൽ സ്വകാര്യ വ്യക്തികൾ സമർപ്പിച്ച എല്ലാ ഹർജികളും ഹൈക്കോടതി തള്ളി. കേസിൽ കക്ഷി ചേരാൻ സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ല. CBIക്ക് മാത്രമേ കേസിൽ ഇടപെടാൻ അവകാശമുള്ളൂവെന്ന് കോടതി വ്യക്തമാക്കി. SNC ലാവ്ലിൻ കേസിൽ റിവിഷൻ ഹർജി നൽകാൻ CBIക്ക് മാത്രമാണ് അവകാശമെന്ന് കേസിലെ എതിർകക്ഷികൾ വാദിച്ചു. പിണറായി വിജയന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് MK ദാമോദരൻ ഈ കേസിലെ അപരിചിതരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. CBI ഈ വാദത്തെ പൂർണ്ണമായും പിന്തുണച്ചു. എന്നാൽ തുടക്കം മുതൽ കേസിൽ ഇടപെട്ട വ്യക്തി എന്ന നിലയിൽ ഹർജി അനുവദിക്കണമെന്നായിരുന്നു ക്രൈം വാരികയുടെ എഡിറ്റർ TP നന്ദകുമാറിന്റെ ആവശ്യം. പുതുതായി ചില കാര്യങ്ങൾ കൂടി കോടതിയെ അറിയിക്കാനുണ്ടെന്ന് KM ഷാജഹാനും വാദിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കക്ഷികൾക്ക് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ അറിയിച്ചു. CBIയുടെ റിവിഷൻ ഹർജി മാത്രമേ അനുവദിക്കേണ്ടതുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പരാതിയിൽ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് CBI ആണ്. അതിനാൽ CBIയുടെ റിവിഷൻ ഹർജി മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്നും സ്വകാര്യ വ്യക്തികൾ നൽകിയ ഹർജി തള്ളുകയാണെന്നും ഹൈക്കോടതി അറിയിച്ചു. CBIയുടെ ആവശ്യം കണക്കിലെടുത്ത് വിശദമായ വാദം 2 മാസത്തേക്ക് കോടതി മാറ്റിവെച്ചു. ഇന്നത്തെ കോടതി നടപടിയിൽ CBIയുടെയും എതിർഭാഗത്തിന്റെയും വാദങ്ങൾ സമാനമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ TN പ്രതാപൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ആരംഭിക്കും. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കണ അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയത് എന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട, കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി, ഒരു നേരെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ടുമട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പൊതുഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസാണ്. ആ കേസിൽ നികുതിദായകരായ ആളുകൾക്ക് കക്ഷി ചേരാനോ അവരുടെ അഭിപ്രായം കോടതിയെ അറിയിക്കാനോ അവസരമില്ല എന്ന് വരുന്നത് ശരിയായ കീഴ്വഴക്കമാണോ? അല്ല, ഓരോ കേസിനെയും അടിസ്ഥാനമാക്കി നിയമത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരു ക്രിമിനൽ റിവിഷൻ ഹർജിയുടെ കാര്യമാണ് ഇന്ന് ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. അവിടെ ഒരു അപരിചിതന് ഒരു ഹർജിക്കാരനായി വരാൻ കഴിയില്ല. അത് നിയമമാണത്. ആ നിയമമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് 2 പേരുടെ റിവിഷൻ ഹർജികൾ തള്ളിയത്. ഒരു ക്രിമിനൽ കേസ് അത് ഏത് വിഷയമാണെങ്കിലും അതിനൊരു അപ്പീലോ റിവിഷനോ നൽകാൻ ആരും തയ്യാറാകാത്തൊരു സാഹചര്യം വന്നാൽ പൊതു താല്പര്യം മുൻനിർത്തി ഒരു സ്ട്രെയിനറെ അവിടെ കടന്നു വരാൻ കോടതി അനുവദിക്കാറുണ്ട്. പക്ഷേ ലാവ്ലിൻ കേസിലുള്ള അവസ്ഥ അതായിരുന്നില്ല. അത് കേസ് നടത്തുന്നത് CBI ആണ്. CBIയുടെ റിവിഷൻ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള, CBI ആണ് ഈ കേസിലെ അന്വേഷണ ഏജൻസി. അവരാണ് റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ മറ്റ് ആളുകൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ നൽകിയിട്ടുള്ള ഹർജികൾ നിരാകരിച്ചിരിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുക, എങ്ങനെയാണ് കാണുക? അല്ല, രാഷ്ട്രീയമായിട്ട് ഞാൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിയമപരമായി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം നിയമത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മുഴുവൻ കണക്കിലെടുത്താൽ തീർച്ചയായിട്ടും അതിൽ
അഗ്രീഡ് പാർട്ടി എന്നുള്ള കൺസെപ്റ്റ് വലിയ വിപുലീകരിച്ച് പോയ ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ആർക്കാണോ അടി കിട്ടിയത് അല്ല അങ്ങനെയുള്ളവർ. ഇന്നതെല്ലാം മാറിയിട്ട് ഇൻഫർമേഷൻ മതി, അതിൽ പോലീസ് കേസെടുക്കണം. അതുപോലെ കംപ്ലൈൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറിയിരിക്കുന്നു. അഗ്രീഡ് പാർട്ടിക്കാണുള്ള റിവിഷൻ കൊടുക്കാൻ സാധിക്കുക. അത് റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിൽ അനുവദിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സുപ്രീം കോടതി ഇപ്പോൾ ലിബറലായിട്ട് നമ്മുടെ നിയമ സംവിധാനം, ക്രിമിനൽ നിയമ സംവിധാനം ലിബറലായി കാണുന്നു. ആ നിലയ്ക്ക് ലിബറലായിട്ട് അത് പോകണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ അതേസമയത്ത് ഇവിടെ ഈ ആളുകൾക്ക് ഇതിൽ ഹർജി കൊടുത്ത ആൾക്കാർക്ക് പുതുതായി ഒന്നും പറയാനില്ലെന്നുള്ള കോടതിയുടെ നിഗമനം തീർച്ചയായും ആ കോടതിയുടെ വിവേചനാധികാരമാണ്. അതെല്ലാം ഫയലുകളും വാദങ്ങളും കേട്ട ശേഷം ആ കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ നിഷ്പക്ഷമായി വിധി പറയുന്ന ഒരു ന്യായാധിപൻ്റെ തീരുമാനമാണ്. എനിക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ CBIയെ സംബന്ധിച്ചിടത്തോളം CBI എന്തിനാ ഇത്രയും കർശനമായി ഒന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചതെന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അല്ല നിയമത്തെ ആ നിലയ്ക്ക് എന്തിന് CBI ഇത്രയും കോടതി തീരുമാനം എടുത്തോട്ടെ, പക്ഷേ CBI എന്തിനാ ഇത്രയും ശക്തമായിട്ട് ആരും വന്നുകൂടാ എന്നുള്ള നിലപാടെടുത്തെന്നുള്ളതും ശരി അതും ദൗർഭാഗ്യകരമായിപ്പോൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ TN പ്രതാപൻ, ഇവിടെ CBI രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ കുറ്റാന്വേഷണ ഏജൻസിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഏജൻസി അല്ല അത്. അവർ ഇക്കാര്യത്തിൽ അവരുടെ കേസിൻ്റെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അത് 2 മാസത്തിനകം കേൾക്കും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത്ത് പസ്വാലിയെ തന്നെ CBIക്ക് വേണ്ടി ഹാജരാവുകയും ചെയ്യും. അപ്പോൾ ആ കേസ് നടത്തിപ്പിൽ നമ്മൾ എന്തെങ്കിലും സംശയിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ശരിയാകില്ല എന്ന് കരുതുന്നത് അബദ്ധമാകില്ലേ? ഞാൻ ബഹുമാനായ സെബാസ്റ്റ്യൻ പോളിനെ പോലെയോ ശ്രീധരൻപിള്ളയെ പോലെയോ ഒരു നിയമപണ്ഡിതനല്ല എന്നുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനയും നിയമവും കോടതി നടപടികളും ഒരു സാധാരണ പൗരന്റെ ദൂരെ നിന്നുള്ള വീക്ഷണത്തോടു കൂടെ മാത്രം പറയാൻ കഴിയുന്ന ആളാണ്. നിയമപരമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന 2 പ്രഗത്ഭരായ ആളുകൾ അവർ 2 പേരും. പക്ഷേ ഇതിനിടയിൽ വരികൾക്കിടയിൽ വായിക്കുമ്പോഴും ഒരു പൊതു സമൂഹത്തിന്റെ നികുതി നായകൻ എന്ന രീതിയിൽ കാണുമ്പോഴും ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ വെറും ഒരു ആളായി കാണുന്നില്ല. അദ്ദേഹം ആരാണെന്ന് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അറിയാം, ലോകത്തെമ്പാടുമുള്ള മുഴുവൻ പ്രേക്ഷകർക്കും അറിയാം. ഷാജഹാനെ പോലുള്ള ആളുകൾ കോടതിയോട് പറയാണ് പുതുതായി ചില കാര്യങ്ങൾ കൂടി എനിക്ക് ഈ കോടതിയുടെ മുന്നിലും അല്ലെങ്കിൽ CBIയുടെ മുന്നിലും ശ്രദ്ധപ്പെടുത്താനുണ്ട്, കോടതിയുടെ ഈ സന്ദർഭത്തിൽ പെടുത്താനുണ്ട്, പുതിയൊരു കാര്യം ശ്രദ്ധപ്പെടുത്താനുണ്ടെന്ന് പറയുന്ന ആളുകൾ, ആ പറയുന്ന ആളുകളുടെ കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇതിനൊക്കെ ഗവൺമെന്റ് എതിരായി വാദിക്കണം, അല്ലെങ്കിൽ വാദിയും പിന്നെ പ്രതിയും ഒരേപോലെ നിൽക്കുകയാണ്. ഈ കേസ് ഒരേ രീതിയിലാണ് വാദിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇതിൽ ഉണ്ടാകണമെന്ന് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായും ഷാജഹാന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, അദ്ദേഹത്തിന് പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ അറിവുകൾ കിട്ടിയിരിക്കുന്നത് എന്നറിയാം. ആ അറിവുകൾ കൊടുത്തതും എവിടെ നിന്നാണ് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ട സ്രോതസ്സുകൾ ഏതെല്ലാം വഴികളിലൂടെയാണ് എന്നുള്ളത് കൂടി നമുക്ക് ഈ സാധാരണ ആളുകളുടെ ഒരു കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ നിന്നും ഈ പൊതുഖജനാവിന്റെ നഷ്ടമുണ്ടാക്കിയ, പൊതുഖജനാവിനെ ബാധിച്ച ജനങ്ങളുടെ നികുതി പണത്തെ കവർന്നെടുത്തു എന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, ആ കാര്യത്തിൽ PS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ചില നിലപാടുകൾ കൂടി നമ്മുടെ മനസ്സിൽ കൂട്ടി വായിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ചില സംശയം താങ്കൾക്ക് തോന്നുന്നുണ്ട്, താങ്കൾ അത് പ്രകടിപ്പിക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഒന്നായി മാറുന്നു. അത് പക്ഷേ ഈ കാര്യത്തിൽ മാത്രമല്ല താനും. ഇപ്പോൾ ഈ കേസ് കേൾക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് തന്നെ സംസ്ഥാന സർക്കാർ ഒരു ഉപഹർജി നൽകിയതിൻ്റെ ഭാഗമായാണ്. അന്നും CBIയുടെ അഭിഭാഷകൻ കോടതിയിലെടുത്ത നിലപാട് ഈ കേസ് കേൾക്കുന്നതിന് ഞങ്ങൾക്ക് അങ്ങനെ തിടുക്കമൊന്നുമില്ല, കോടതി അതിൻ്റെ സമയക്രമം അനുസരിച്ച് കേസ് കേട്ടാൽ മതി എന്നുള്ളതായിരുന്നു. ഈ കേസിലെ CBIയുടെ നിലപാടുകൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും അമ്പരപ്പുണ്ടാക്കുന്നതല്ലേ? അല്ല, അങ്ങനെ അമ്പരപ്പ് ഉണ്ടാകേണ്ട കാര്യമില്ല. CBI ഈ വിഷയത്തിലെടുത്ത നിലപാട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപെടുത്ത നിലപാട് തന്നെയാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വിഷയം വളരെ പരിമിതമാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. പിണറായി വിജയനോ മറ്റാരെങ്കിലുമോ ഈ കേസിൽ കുറ്റക്കാരാണോ അല്ലയോ എന്ന പരിശോധന അല്ല ഹൈക്കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത്. വിചാരണ പോലും നടത്താതെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ CBI കോടതിയുടെ നടപടി ശരിയോ തെറ്റോ എന്ന പരിമിതമായ ചോദ്യം മാത്രമാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. നിയമപരമായ ആ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരം കണ്ടെത്തുമ്പോൾ
അപരിചിതർ അവിടെ കടന്നു വന്ന് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് കേസിന്റെ വിചാരണാ ഘട്ടത്തിൽ അത് നിയമം അനുവദിക്കുന്നെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുവരാം എന്നല്ലാതെ ഇപ്പോൾ ഹൈക്കോടതി മുന്നിലുള്ള പരിഗണനാ വിഷയത്തിൽ ഇതൊന്നും വിഷയമല്ല. ഈ വിചാരണ നടത്താതെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ നടപടി ശരിയോ തെറ്റോ ആ ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ ഹൈക്കോടതി പരിശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിൻ്റെ അന്വേഷണ ഏജൻസിയുടെ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ സംശയിക്കത്തക്കതാണ് എന്ന് തോന്നുമ്പോഴായിരിക്കുമല്ലോ മൂന്നാമതൊരു പാർട്ടിക്ക് ഈ കേസിൽ കക്ഷി ചേരാൻ തോന്നുന്നത്. ഇവിടെ ഈ വിധി വന്നതിന് ശേഷം അപ്പീൽ പോകാൻ തന്നെ ഉണ്ടായ താമസം ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്നാണ്. അതിനുശേഷം റിവിഷൻ ഹർജി പരിഗണിക്കുന്ന കാര്യത്തിൽ CBIക്ക് എന്തോ ഒരു താല്പര്യക്കുറവുണ്ടോ എന്ന് പുറത്ത് തോന്നുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ. സർക്കാരിൻ്റെ ഉപഹർജിയെ തുടർന്ന് ഈ കേസ് കേൾക്കുന്ന വേളയിൽ തന്നെ CBIയുടെ അഭിഭാഷകൻ സർക്കാരിൻ്റെ ആവശ്യത്തോട് അനുഗുണമായ സമീപനമല്ല സ്വീകരിച്ചത് എന്നും കാണാം. ഈ കേസ് കോടതി നിശ്ചയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കോടതിക്ക് എപ്പോഴാണോ സമയം എന്ന് തോന്നുമ്പോൾ അപ്പോൾ കേൾക്കട്ടെ എന്നൊക്കെയുള്ള ഒരുതരം നിലപാടുകൾ CBI എടുക്കുമ്പോൾ ഈ കേസിലെ പ്രോസിക്യൂഷന് എന്താണ്, അല്ലെങ്കിൽ CBIക്ക് എന്താണ് ഇക്കാര്യത്തിലെ താല്പര്യം എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ? അതെ, അങ്ങനെ സംശയങ്ങൾ തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കേസ് CBIയെ ഏൽപ്പിച്ചത്. CBIയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയും കുറേയേറെ അധ്വാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് സംശയങ്ങളുടെ ഫലമായി തന്നെയായിരുന്നു. ഇപ്പോൾ CBI ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. CBI നിയമാനുസൃതം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ വേറെ കാണേണ്ടി വരും. ഇവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞതുപോലെ ആരാണ് ഷാജഹാൻ എന്ന് ചോദിച്ചു. ഷാജഹാൻ ആരാണെന്ന് നമുക്കറിയാം, മറ്റേ നന്ദകുമാർ ആരാണെന്ന് നമുക്കറിയാം, അവരുടെ ഉദ്ദേശങ്ങൾ അറിയാം. അങ്ങനെയുള്ള ഉദ്ദേശങ്ങളുമായി കോടതിയിൽ കടന്നു വരുന്നതിനുള്ള ഒരു സമയമല്ല റിവിഷൻ ഹർജിയുടെ പരിഗണന. അത് മാത്രമാണ് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. റൈറ്റ്. അങ്ങനെ അതിൻ്റെ സാങ്കേതികത്വത്തിൽ താങ്കൾ എടുക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ ശ്രീ PS ശ്രീധരൻപിള്ള? CBI നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം ഉണ്ട് എന്ന് പറയാനാകില്ല എങ്കിലും കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പക്ഷേ CBI ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൽ കുറേയെങ്കിലുമൊക്കെ സംശയങ്ങൾ നിൽക്കുന്നില്ലേ? CBI ഇക്കാര്യത്തിൽ എന്തോ ഒളിക്കാനോ മറയ്ക്കാനോ ശ്രമിക്കുന്നുണ്ട് എന്ന് സംശയം നാട്ടുകാർക്കാർക്കെങ്കിലും തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കുമോ? അഭിലാഷ്, ഈ കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞത് UPA ഭരണകാലഘട്ടത്തിലാണ്. ഇപ്പോൾ CBI ഫുൾ സ്വതന്ത്രമാണ്. അതിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാറില്ല. ഗവൺമെൻറ് കൺസെൻറ്റോടു കൂടിയല്ല ഇത്തരം കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനോട് യോജിക്കാൻ നിർവാഹമില്ല. കാരണം ഈ ഹർജിയിൽ സ്വാഭാവികമായിട്ടും ഒരു പരിമിതമായ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിനോട് യോജിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് ഇവരെ കുറ്റവിമുക്തരാക്കി വിട്ടത് ശരിയോ തെറ്റോ നോക്കുമ്പോൾ ആ കേസിൻ്റെ മുഴുവൻ തെളിവുകളും പരിശോധിച്ച് നോക്കി അതുമേൽ വാദപ്രതിവാദങ്ങൾ നടന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് സമഗ്രമായി അത് നോക്കും. നിലവിലുള്ള കേസ് ഡയറി, അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ്, അതിൽ പിന്നെ ആ കീഴ്ക്കോടതി എടുത്ത ട്രയൽ വിചാരണ കോടതി എടുത്ത സമീപനം, അതിൻ്റെ നിയമവശം, അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ, ഇതെല്ലാം സമഗ്രമായി പരിശോധിക്കും. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതെല്ലാം പരിശോധിക്കുമ്പം ഒരാളുടെ കയ്യിൽ പുതിയതായ മെറ്റീരിയൽസ് കൊണ്ട് വന്നാൽ അത് കോടതിയുടെ വിവേചനാധികാരത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ സാങ്കേതികമായ റിവിഷൻ അങ്ങനെയാണെന്ന് പറഞ്ഞാലും പിന്നീട് ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തു. ഇൻ്റർലൊക്കട്ടറി ഓർഡറിന് റിവിഷൻ ഇല്ലയെന്ന് പറഞ്ഞു. കോടതികൾ പറഞ്ഞില്ലേ, നൈദർ ഇൻ്റർലൊക്കട്ടറി നോർ പിന്നെ ഫൈനൽ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചില്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ തലങ്ങൾ വിപുലപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. ആ വിപുലപ്പെടുത്തിയ കാലഘട്ടം 2002 സുപ്രീം കോടതി അഗ്രൂഡ് പാർട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നിർവചനം കൊടുത്തു. വിഷമിക്കുന്നയാൾ, ആ വിധി കൊണ്ട് വിഷമിക്കുന്നയാൾ, അല്ലെങ്കിൽ ആ വിധിയെ പ്രതിഷേധമുള്ളയാൾ, അതുകൊണ്ട് വേദനിക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഖജനാവിൻ്റെ പ്രശ്നം വരുമ്പം അതിൽ വേണമെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, റിവിഷനാണ്. റിവിഷനിൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന് ചോദിച്ചാൽ നേരിട്ട് പറഞ്ഞാൽ അതിൽ തടസ്സമുണ്ട്. അത് പരിമിതമായ കാര്യമാണ്. പക്ഷേ വിപുലമായ അർത്ഥത്തിൽ നിയമതലങ്ങൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഷാജഹാനെ കേട്ടോണ്ട് എന്താ തകരാറ്?
ഷാജഹാൻ്റെ മെറ്റീരിയൽസ് ഉണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞു. ഞാൻ കോടതിയുടെ നിഗമനത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ കൂട്ടിലടച്ച കേന്ദ്ര സർക്കാരിന് ഇതിനെ ബന്ധപ്പെടുത്തുന്ന ആവശ്യമില്ല. കാരണം അവരുടെ നിർദ്ദേശം ഇതിലുണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അറിയാം. പിന്നെ CBIയുടെ കൗൺസില് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ഏറ്റവും എനിക്കൊരു വിഷമമുള്ള കാര്യം ഞാൻ അതും കൂടെ പറയുകയാണ് ഇപ്പോൾ ഈ ചാനലിൽ കൂടി. ഒരു CBI കോടതിയിലെ ജഡ്ജി എല്ലാ കേസും ശിക്ഷിക്കുന്ന ഒരാൾ CBIക്ക് വേണ്ടിയിട്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരു രീതിയാണെങ്കിൽ റിട്ടയറിൻ്റെ പിറ്റേ ദിവസം അയാളെ CBI കൗൺസിലായിട്ട് വെച്ചത് ശരിയായില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. വെച്ചത് തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. റൈറ്റ്. ശ്രീ CR നീലകണ്ഠൻ കൂടി ചർച്ചയിൽ. ശ്രീ CR നീലകണ്ഠൻ, SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ ഡിസ്ചാർജ് ചെയ്തത് CBI കോടതിയാണ്. ആ വിധിക്കെതിരെ CBI റിവിഷൻ ഹർജി നൽകിയിരിക്കുന്നു ഹൈക്കോടതിയിൽ. അവർ ആ കേസ് നടത്തുകയാണ്. അങ്ങനെ കേസ് നടത്തുമ്പോൾ മൂന്നാമതൊരാൾക്ക് അവിടെ റോളില്ലല്ലോ. അന്വേഷണ ഏജൻസി കേസ് നടത്തുന്നു. എന്താണ് അക്കാര്യത്തിലെ ഫലം എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നു. ഇക്കാര്യത്തിൽ പുറത്തു നിന്നുള്ള ഹർജികൾ നിരാകരിച്ചത് അപ്രസക്തമല്ലേ? അല്ല, ഞാനതിൽ കോടതിക്ക് കോടതിയുടെ പരമാധികാരമുണ്ട്. കോടതിക്ക് ഏതർത്ഥത്തിൽ അത് സ്വീകരിക്കാം. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, നേരത്തെ ശ്രീധരൻപിള്ളയും അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ അതിൻ്റെ നിയമത്തിൻ്റെ വരികൾ പറഞ്ഞു. ശരിയാണ്. ഒരു കാലത്ത് ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പ്രതിയും സർക്കാർ വാദിയുമായിട്ടുള്ളതാണ് ക്രിമിനൽ കേസ്. അതാണ് അതിൻ്റെ തത്വം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പല കേസ് വിധികളിൽ വന്നിട്ടുണ്ട്, അഗ്രീവ്ഡ് പാർട്ടിക്ക് ഇതിൻ്റെ പ്രോസിക്യൂഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ചെല്ലാം. പക്ഷെ അത് ചെല്ലേണ്ടത് റിവിഷൻ സ്റ്റേജിലാണോ എന്ന ചോദ്യം രണ്ടാമത് നിൽക്കുന്നു. അതൊരു പക്ഷേ പ്രൈമറി സ്റ്റേജിൽ ആ കേസിൽ ചെല്ലാമെന്നുണ്ട്. ഈ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത, CAG കണ്ടെത്തുകയും CBI അന്വേഷിക്കുകയും ചെയ്ത കേസ് പ്രഥമ ദൃഷ്ട്യാ വിചാരണ കൂടാതെ തള്ളുക എന്നത് വളരെ അപൂർവമായൊരു കാര്യമാണ് എന്നാണ് അന്ന് തന്നെ നിയമവിദഗ്ധർ പറഞ്ഞത്. കാരണം വെറുതെ ഒരു തേങ്ങാമോഷണ കേസ് ഉണ്ടാക്കിയ കാര്യമല്ല അത്. ഇത് CAG കണ്ടെത്തിയ ഒരു ക്രമക്കേട്, CBI അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? CBIയുടെ കുറ്റമാണോ? അല്ലെങ്കിൽ കാരണം വിചാരണ പോലും നടന്നിട്ടില്ല. ഒരു കേസിൽ തീർച്ചയായിട്ടും ഞാൻ പിണറായി വിജയൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് വിചാരണ നടക്കാതെ കേസ് തള്ളിക്കളയുമ്പോൾ അതിന് ചില ദുരൂഹതകളുണ്ട് എന്ന് തോന്നിയിരുന്നു. തീർച്ചയായും പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അതിൽ കൂടുതൽ തെളിവ് നൽകാനുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷാജഹാൻ ആയാലും അല്ലെങ്കിൽ നേരത്തെ പാലയിൽ നിന്നുള്ള സുഹൃത്തായാലും അല്ലെങ്കിൽ നന്ദകുമാർ ആയാലും അങ്ങനെ ചെല്ലുമ്പോൾ കോടതി സ്വീകരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അക്കാര്യത്തിലുണ്ടാവും. ശ്രീധരൻപിള്ളയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ അത് പറയട്ടെ. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ അത്ര നിയമജ്ഞാനമുള്ള ആളല്ല. പക്ഷെ എങ്കിൽ പോലും വേണമെങ്കിൽ സത്യം കണ്ടെത്താൻ കോടതിക്ക് ഇത് പരിശോധിക്കാമായിരുന്നു. അതില്ല എന്ന് തള്ളുന്നു. രണ്ടാമത്തെ വിഷയം CBIയെ കുറിച്ചാണ്. CBI ആദ്യം മുതൽ ഈ കേസിലെടുക്കുന്ന നിലപാടുകളെക്കുറിച്ച്, CBIയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉള്ള നിലപാടുകളെക്കുറിച്ച് വളരെ സംശയമുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ തവണ തന്നെ അവസാന CBI കോടതിയിൽ വക്കീലിനെ മാറ്റുന്നു, പുതിയൊരു വക്കീൽ വരുന്നു, അയാൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല, കേസ് പഠിച്ചിട്ടില്ല, ഇത്രയും നിർണായകമായൊരു കേസ് പഠിച്ചിട്ടില്ല എന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് CBI അഭിഭാഷകൻ പറയുമ്പോൾ തീർച്ചയായും അതിൽ ദുരൂഹതയുണ്ടാകണം. കാരണം ഇത് അത്രയും പഠനം കഴിഞ്ഞൊരു കേസാണ്, CBI അന്വേഷിച്ച കേസാണ്. ഇപ്പോഴും CBI നേടണമെന്നാണ് പറയുന്നത്. ഞാൻ പിണറായി വിജയന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആർക്കോ എതിരായോ അല്ല പറയുന്നത്. അപ്പം അതിൽ പ്രതിയാക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേസ് പരമാവധി വേഗം സെറ്റിൽ ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ഗുണകരമല്ല. ഞാൻ വിചാരിക്കുന്നത് ഈ കേസ് പരമാവധി വേഗത്തിൽ ഏത് ക്രിമിനൽ കേസും ചെയ്യണം. ഇപ്പോൾ കോടതി പറഞ്ഞത് ക്രിമിനൽ കേസ് പഴയതുപോലും ഇതിന് മുമ്പുള്ളത് പോലും തീർന്നിട്ടില്ല എന്നൊക്കെയുള്ള പരാതിയാണ്. അത് നമ്മുടെ കോടതികളെക്കുറിച്ചുള്ള നമ്മുടെ പരാതിയാണ്. കാരണം ക്രിമിനൽ കേസൊക്കെ എത്രയോ കൊല്ലം കഴിഞ്ഞ് വിചാരണയ്ക്ക് എടുത്താൽ അത് കഴിഞ്ഞ് പ്രതി തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രതികളിൽ ചിലരുണ്ടാവില്ല, കേസ് കൃത്യമായി ശിക്ഷിക്കപ്പെടില്ല. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് എന്ത് ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യം നിറവേറ്റാതെ പോകും. അഴിമതി നിരോധന നിയമത്തിനടക്കം ഇത് പരിഹരിക്കപ്പെടണം. അഴിമതിയൊക്കെ ആണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അഴിമതി കേസാണെങ്കിൽ വളരെ പെട്ടെന്ന് വിചാരണ ചെയ്ത് കുറ്റക്കാരാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. കാരണം ഇതിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പം നാളെ ഇത് അംഗീകരിച്ചാൽ, CBIയുടെ വാദം അംഗീകരിച്ച് ഈ ചാർജ് ഷീറ്റ് കീഴ്ക്കോടതിയുടെ വിധി അസ്ഥിരപ്പെടുത്തിയാൽ കേരളത്തിലെ മുഖ്യമന്ത്രി വീണ്ടും പ്രതിയായി വരികയാണ് കേസിൽ. തീർച്ചയായും അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാണ്. ഇക്കാര്യത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർക്കാരിന്റെ ഉപഹർജി അംഗീകരിച്ചുകൊണ്ട് കോടതി 3 മാസങ്ങൾക്ക് മുൻപ് ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നത് തന്നെ വിചാരണ കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ സംശയാസ്പദമാണ്
വിചാരണ കോടതി വിധിയുടെ നിലനിൽപ്പ് സംശയാസ്പദമാണ് എന്നായിരുന്നു. സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ട്രയൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് ഈസ് ഡൗട്ട്ഫുൾ എന്ന് ജസ്റ്റിസ് ഉബൈദ് നിരീക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ സൂചിപ്പിച്ചതുമാതിരി അങ്ങനെ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഒരു അഴിമതി കേസിൽ പ്രതിയാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ കേസിലെ CBIയുടെ നിലപാടുകൾ, അവരെങ്ങനെ കേസ് നടത്തുന്നു എന്നുള്ളത് സമൂഹം അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അല്ല, CBI അന്വേഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കേസ് തന്നെയാണ്. ആ കേസിലെ വിട്ടയക്കപ്പെട്ട പ്രതി ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ആ കേസിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. CBI എപ്രകാരമാണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പൊതുസമൂഹത്തിന് നിരീക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷെ എല്ലാ അവകാശങ്ങളും വിനിയോഗിക്കപ്പെടേണ്ടത് ക്രിമിനൽ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാട്ടിൽ നിയമമുണ്ട്. ആ നിയമം വിട്ടുകൊണ്ട് ഏതെങ്കിലും കേസിൽ പ്രത്യേകമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഈ കേസിൽ ഹൈക്കോടതി ഈ റിവിഷൻ ഹർജി CBIയുടെ വാദം സ്വീകരിച്ചുകൊണ്ട് അനുവദിച്ചാൽ തന്നെ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല. ആ പിണറായി വിജയനെയും മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ CBI കോടതി വിധി അത് അസ്ഥിരപ്പെടുത്തുകയും കേസ് വിചാരണ നടത്തണം എന്ന് ആവശ്യപ്പെടാൻ മാത്രമേ ഹൈക്കോടതിക്ക് കഴിയുകയുള്ളൂ. ഇവിടെ CBI കോടതി അവരെ അങ്ങ് വെറുതെ വിട്ടതല്ല. ദിവസങ്ങൾ നീണ്ടുനിന്ന വാദങ്ങൾക്ക് ശേഷം എല്ലാ രേഖകളും പരിശോധിച്ച് വിചാരണ ചെയ്യത്തക്കതായ ഒരു കുറ്റം പ്രതികളുടെ മേൽ ആരോപിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാരണത്താലാണ് CBI കോടതി പ്രതികളെ വിട്ടയച്ചത്. ആ നിഗമനം ശരിയോ തെറ്റോ എന്ന് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ ഇടയ്ക്ക് കയറി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് എന്ന് കേസുമായി ബന്ധമില്ലാത്തവർ പറഞ്ഞാൽ അത് കേൾക്കുന്നതിന് CRPC അനുവാദം നൽകുന്നില്ല. അതാണ് അതിൻ്റെ നിയമം. അത് മാത്രമല്ല ശ്രീ TN പ്രതാപൻ, ഇക്കാര്യത്തിൽ പിണറായി വിജയൻ നിയമപരമായി വിടുതൽ നേടിയതാണ്. അതിനെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നു. അവരുടെ ആ കേസ് വേഗം കോടതി ഒരു തീർപ്പാക്കും എന്ന് കരുതാം. അതിനിടയിൽ വീണ്ടും ആളുകൾ ഇതാ വേറെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ കേസ് നീണ്ടുപോയാൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു കേസിൻ്റെ നിഴലിൽ എത്ര കാലം കഴിയണമെന്ന പ്രശ്നം അതിലില്ലേ? അഭിലാഷേ, അതിന് പറയുന്നതിന് മുമ്പ് ഈ കേസിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ പിന്നത്തെ പല ഘട്ടങ്ങളിലും ഈ കേസ് CBIയുടെയും CBI കോടതിയുടെയും CBIയുടെ കോടതിക്കകത്തുണ്ടായ ഇന്നത്തെ ചില നിലപാടുകളുമെല്ലാം പൂർണ്ണമായും സംശയത്തിന് അതീതമല്ല എന്ന് മലയാളികളിൽ അരിയാഹാരം കഴിക്കുന്നവർ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്തിക്കൂടാ. കാരണം ഒരു കേസിൽ അതിന്റെ വിചാരണയ്ക്ക് പോലും പൂർണ്ണമായും എടുക്കാൻ കഴിയാത്ത രീതിയിലാണെന്ന് വിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും CNAG പോലെയുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ രാജ്യത്തെ പൊതു ഖജനാവ് സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിക്കുന്നവരുടെ നിരീക്ഷണങ്ങൾ വെറും അക്ഷരങ്ങളും കടലാസും മാത്രമായി അവശേഷിക്കപ്പെടുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അങ്ങേയറ്റം ഖേദകരമാണ്. അഭിലാഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പുതിയതായി വരുന്ന ആളുകളുടെ കാര്യം. എനിക്ക് ഈ തമാശമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ആവർത്തിക്കുന്നില്ല, നിയമവിദഗ്ധനല്ല എന്നുള്ളത്. പക്ഷേ ജനങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം, വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകൾ, വളരെ റിപ്പോർട്ടഡായ ആളുകൾ, ഞങ്ങളുടെ കയ്യിൽ CBI ഇതുവരെ പരിശോധിക്കാത്തതായ പുതിയ കാര്യങ്ങളുണ്ട്, അതൊന്നും CBI പരിശോധിച്ചിട്ടില്ല. അല്ല, അതിൽ ശ്രീ TN പ്രതാപൻ, ഈ ആളുകൾക്ക്, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് രേഖകൾ ഉണ്ട് എങ്കിൽ ആ രേഖകൾ സമർപ്പിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നുവല്ലോ. അത് അന്വേഷണ ഘട്ടത്തിലുണ്ടായിരുന്നു, കോടതി ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വിടുതൽ നൽകിയതിന് ശേഷം പിന്നെ ഒരു റിവിഷൻ വരുമ്പോൾ പിന്നെയും ഞങ്ങൾക്കിതാ പുതിയ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് എൻ്റർടൈൻ ചെയ്യുക ഒരു കോടതി? റിവിഷൻ വരുന്നത് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ എടുത്ത തീരുമാനത്തിലുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ റിവിഷൻ വരുന്നത്. സ്വാഭാവികമായും ആ വിയോജിപ്പിന്റെ കൂടി വരുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിന് ഈക്വൽ ആയതാണല്ലോ ഈ പറയുന്ന ഞങ്ങളുടെ കയ്യിൽ പുതിയതായി ചിലതുണ്ട് എന്ന് പറയുന്നത്. അതുകൂടി ഈ പരിഗണിക്കപ്പെടുന്നതിന് എന്തുകൊണ്ട് CBI എതിർപ്പ് കാണിക്കണം? അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്നവരും അപ്പുറത്ത് വാദിക്കുന്നവരും എതിർപ്പ് കാണിക്കണം? സ്വാഭാവികമായും അതുകൂടി പരിഗണിക്കപ്പെടുത്താൻ CBI ഈ കൂടി താല്പര്യം കാണിച്ചാൽ CBIയുടെ നിഷ്പക്ഷത പൂർണ്ണമായും ഉള്ളൂ. അല്ലെങ്കിൽ CBIക്ക് ഈ കേസിനകത്ത് നേരത്തെ മുതൽ ഒരു മുൻവിധിയുണ്ട്, ഒരു ധാരണയുണ്ട്. ആ മുൻവിധിയുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിചാരണ പോലും. ശരി, അതാണ് താങ്കളുടെ ചോദ്യം. ശ്രീ PS ശ്രീധരൻപിള്ള, ഒന്ന് CBIയെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ ആളുകൾ കൂടി
അവർക്ക് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്ന സാധാരണ ജനങ്ങളുടെ സംശയം. അതൊന്ന്. രണ്ട്, താങ്കൾ CBIയുടെ കൗൺസിലിനെ കുറിച്ചുള്ള താങ്കളുടെ വിമർശനം പറഞ്ഞു. മാറ്റാമല്ലോ, കേന്ദ്ര സർക്കാർ തെറ്റായ രീതിയിൽ ഇടപെടേണ്ട ഒരു അന്വേഷണ ഏജൻസിയുടെയും കാര്യത്തിൽ. പക്ഷേ ഒരു കേസിൻ്റെ നടത്തിപ്പ് ഏതെങ്കിലും തെറ്റായ ദിശയിലാണ് എന്ന് ബോധ്യം വന്നാൽ, അങ്ങനെ സംശയം വന്നാൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അഭിലാഷ, ഞാൻ ആ അഭിഭാഷകനെതിരായിട്ടൊന്നും പറഞ്ഞില്ല. എൻ്റെ സുഹൃത്താണത്, ഞാൻ അദ്ദേഹത്തിന് എതിരായിട്ടല്ല പറഞ്ഞു. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ജനങ്ങൾക്ക് സംശയത്തിനതീതമായി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാം കോടതിയിലായാലും കൗൺസിലായാലും, ഞാൻ CBIയുടെ കൗൺസിലായിരുന്ന ആളാണല്ലോ, ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന ആളാണല്ലോ. അപ്പോൾ അതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും CBI തന്നെ ഇതിന് ടൈം വാങ്ങുക, നീട്ടിക്കൊണ്ടു പോവുക, അല്ലെ മറ്റേ ആ നിലയ്ക്ക് വരുമ്പം സംശയത്തിൻ്റെ കരുതലിലെത്തും. ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് പിന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് CBIയുടെ കാര്യത്തിൽ വിജിലൻസ് കമ്മീഷനാണ് സൂപ്പർവൈസറി ആയിട്ട് നോർമലി ഉള്ളത്. ചില കേസുകളിൽ കോടതികളുമുണ്ട്. അല്ലാതെ ഹോം മിനിസ്ട്രിക്ക് നേരിട്ട് അക്കാര്യത്തിൽ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം പിന്നെ വാജ്പേയി സർക്കാർ വന്ന ശേഷം അത് മാറ്റിയിട്ടുള്ളതാണ്. അതിപ്പോഴും തുടരുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ കൂട്ടിലെ തത്തയല്ല, അവരെ ആ നിലയ്ക്ക് പോവുകയാണ്. അപ്പോൾ അത് വരുന്ന അവസരത്തിൽ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ തെളിവ് ഇപ്പം റിവിഷൻ കോടതിക്ക് പുതിയ തെളിവ് സ്വീകരിച്ചു കൂടാ എന്ന് പറഞ്ഞൊരു ബാർ എവിടെയും നിയമത്തിൽ കാണാൻ സാധിക്കില്ല. അതേസമയത്ത് അപ്പീൽ സ്റ്റേജ് ആണെങ്കിൽ അപ്പീൽ സ്റ്റേജ് പ്രൊവിഷൻ ഉണ്ട് കോടതിയിൽ അഡീഷണൽ എവിഡൻസ് കൊടുക്കാൻ. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ ഹൈക്കോടതി വിധികൾ, മറ്റ് ഹൈക്കോടതികളുടെ വിധികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ടെങ്കിൽ അവരത്, പക്ഷെ അവർ ഹാജരാക്കിയോ എന്ന് എനിക്കറിയില്ല, ഹാജരാക്കിയതായി കാണുന്നില്ല. ഹാജരാക്കിയിട്ട് അത് കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഈ നീട്ടിക്കൊണ്ട് പോകാതെ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ സംബന്ധിച്ച് കേസ് തീർപ്പ് കൽപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ട്, ഇതിൽ ജനങ്ങളാണ് ആത്യന്തികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ, ഇറ്റ് സീംസ് ടു ബി ഡൺ. അത് ചെയ്താൽ മാത്രം പോരാ, ചെയ്തൊന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ആ ബോധ്യപ്പെടുത്തൽ പ്രക്രിയയിൽ ഇപ്പോഴത്തെ നിലപാടുകൾ ദോഷം ചെയ്യുന്നു എന്നുള്ള എൻ്റെ വ്യക്തിപരമായ ആശങ്കയാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നിലപാടെന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത് ഔപചാരികമായിട്ട് അവരുടെ കൗൺസിലർമാരോ അല്ലെങ്കിൽ അവരെന്നെ വിവരം കിട്ടിയ ശേഷം അല്ലാതെ പറയാൻ സാധിക്കില്ല. റൈറ്റ്, അതാണ് ശ്രീ CR നീലകണ്ഠൻ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് പറയുന്നവരുടെ തെളിവുകൾ CBIയുടെ അന്വേഷണ സംഘം എത്ര തവണ പരിശോധിച്ചതാണ്? എത്ര തവണ അവർക്ക് മൊഴി നൽകാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു? ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ CBIയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം ഇക്കാര്യത്തിലെ കുറ്റാരോപിതരായിരുന്ന ആളുകൾ നേടി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം അവർ ഖജനാവിനുണ്ടായ നഷ്ടം ആണ് അവരുടെ കേസ്. ആ കേസാണെങ്കിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിചാരണയ്ക്ക് മുൻപ് തന്നെ ഈ കേസിലെ ആരോപിതരായ ആളുകൾ അതിൻ്റെ വിടുതൽ നേടുകയും ചെയ്തു. അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ഇപ്പോഴും CBI ഫോളോ ചെയ്യുന്നുമുണ്ട്. അതിനപ്പുറത്തുള്ള എന്ത് പ്രാധാന്യമാണ് ഈ കേസിനുള്ളത്? ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ഒരു ഉപഹർജി കൊടുക്കുകയും വീണ്ടും പൊതുമണ്ഡലത്തിൽ ഇതിൻ്റെ ചർച്ച നടക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തുള്ള എന്ത് പ്രസക്തി, എന്ത് പ്രാധാന്യമുണ്ട് ഈ കേസിന്? ഈ കേസിൻ്റെ പ്രാധാന്യം എന്നല്ല, ഏത് അഴിമതി കേസിൻ്റെ പ്രാധാന്യവും ഒരുപോലെ തന്നെയാണ്. കാരണം ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നത്, ഇതിപ്പോൾ ഈ കേസിന് മാത്രമല്ല, നാളെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് വന്നാലും, അല്ലെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെതിരെയോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയോ ഒക്കെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, പല കേസുകൾ വരുന്നുണ്ട്. ഏത് കേസിലായാലും അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സംശയം വന്നാൽ അഴിമതി നടന്നിട്ടില്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് പരമാവധി വേഗം കണ്ടെത്തണം. ഇത് വാദിയുടെയും പ്രതിയുടെയും ജനങ്ങളുടെയും ഒരുപോലെയുള്ള താല്പര്യമാണ്. നമ്മുടെ നാട്ടിൽ അഭിലാഷ എത്ര അഴിമതി ആരോപണങ്ങൾ വന്നു, എത്ര കേസുകൾ വന്നു, എത്ര FIR വന്നു, ആരാ ശിക്ഷിക്കപ്പെട്ടത്? ഒരാൾ ശിക്ഷിക്കപ്പെട്ടു. കേരളത്തിൽ കോടതി ശിക്ഷിക്കാത്തത് കൊണ്ട് അഴിമതിക്കാരനല്ല എങ്കിൽ ഒരേ ഒരു ബാലകൃഷ്ണപിള്ള ഒഴിച്ച് ബാക്കി ആരും കേരളത്തിൽ ഇതുവരെ അഴിമതിക്കാരേ ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് അഴിമതിക്കാരേ ഉണ്ടായിട്ടില്ല. ബാലകൃഷ്ണപിള്ള തന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത്? കേരളത്തിൽ ആരും 57 മുതൽ ഇതുവരെ ആരും അഴിമതി ചെയ്തിട്ടില്ല എന്നാരെങ്കിലും പറയുമോ? ഇപ്പോൾ ക്രിമിനൽ കേസ് ആയതുകൊണ്ട് ആളുകളുടെ ക്രിമിനൽ കേസിൻ്റെ നിയമം എല്ലാവരും പറയുന്നത് പോലെ കുറ്റവാളിയാണ്, കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുന്നത് വരെ അയാൾ കുറ്റവാളിയല്ല. അത് ശരിയാണ്. പക്ഷെ അഴിമതി കേസിൻ്റെ വിഷയം അതല്ല. അഴിമതി കേസിൻ്റെ പ്രശ്നം അധികാരത്തിലിരുന്നു കൊണ്ട്, ഇവിടെ പിണറായി വിജയൻ അല്ലെങ്കിൽ ആരെങ്കിലും കാശ് വാങ്ങിയെന്നൊന്നും ആരും പരാതി പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി, അതിൽ ഗൂഢാലോചന നടത്തി എന്നാണ് കേസ്. അങ്ങനെയുള്ള കേസിൽ അയാൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും സംശയത്തിന്റെ നിഴലെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ അധികാരത്തിൽ വരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പൊതുസമ്പത്ത്, നമ്മളിപ്പോൾ ഒരാളെ പണം ഏൽപ്പിക്കുകയാണെങ്കിൽ സംശയമുള്ള ഒരാളെ നമ്മൾ പണം ഏൽപ്പിക്കുമോ? പണം കൈകാര്യം ചെയ്യിപ്പിക്കില്ല.
മുഖ്യമന്ത്രിയാവുന്നതും മന്ത്രിയാവുന്നതും MLA ആവുന്നതും ഈ രാജ്യത്തെ പൊതുപണം കൈകാര്യം ചെയ്യാൻ ജനങ്ങളെ ഏൽപ്പിക്കലാണ്. അങ്ങനെയുള്ള ഒരാളെ ജനങ്ങളെ ഏൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്ക എന്താ? ഞാൻ എൻ്റെ ഖജനാവ് ഏൽപ്പിച്ചിട്ടുള്ളത് കുഴപ്പക്കാരനായ ഒരാളെയാണോ എന്ന് ജനങ്ങൾക്ക് സംശയം വന്നാൽ അത് പരമാവധി വേഗം തീർക്കണം. അത് ആ സംശയം അത് ഞാൻ പറയാം, വാദിക്കും പ്രതിക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യം അത്. അതുകൊണ്ട് ഇത് നീണ്ടുപോകുന്നതും ഇതിലെന്തെങ്കിലും തെളിവ് നൽകാൻ ഒരാളുണ്ട്, തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന വളരെ തെളിവുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാൻ കോടതികൾക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കോടതിയും അങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് 2013 നവംബർ 5-ന് പിണറായി വിജയനും മറ്റുള്ളവരും വിടുതൽ നേടിയ കേസാണ്. അതിനുശേഷം CBIയുടെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് വരുന്നു. 4 ജഡ്ജിമാർ ഈ കേസ് കേൾക്കുന്നത് ഒഴിവാക്കുന്നു. ഒടുവിൽ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഇടപെടൽ വേണ്ടി വന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ഈ കേസിൻ്റെ റിവിഷൻ ഹർജികൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ അത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരോപിതമായിരിക്കുന്ന എന്തിനേയും നീക്കാനുള്ള അവസരമായി കാണുന്നുണ്ടോ ഇതിനെ? അല്ല, ഏത് കേസും കാലവിളംബമില്ലാതെ പെട്ടെന്ന് തീർപ്പുണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കേസുകളുടെ പോക്ക് അങ്ങനെയല്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കേസുകൾ ഇപ്പോൾ ഈ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ വിടുതൽ നേടിയവരാണ്. ഈ അഗ്നിശുദ്ധി എന്നൊക്കെ വാക്കുകൾ കേട്ടല്ലോ. അങ്ങനെയെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി തന്നെയാണ് തന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. പക്ഷെ ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നു. ഇനി ഹൈക്കോടതി എന്ത് പറയും എന്നൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. ആ തീരുമാനം ഹൈക്കോടതിയുടേതാണ്. വിചാരണ ആവശ്യമുണ്ടോ, തുടർ വിചാരണ ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി തന്നെയാണ്. അത് പ്രതിയെ സംബന്ധിച്ച് പ്രതി കുറ്റ ആരോപിതനായിരിക്കുന്നു, ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ജയിലിൽ കിടക്കുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് പ്രതികൾ തങ്ങളുടെ അപ്പീലോ റിവിഷനോ കേൾക്കുന്നതിന് തിടുക്കം കാണിക്കേണ്ടത്. അത്തരം കേസുകളിൽ പോലും ആ തിടുക്കം കാണിച്ചാൽ പോലും ഹൈക്കോടതികൾക്കത് പരിഗണിക്കാൻ കഴിയാറില്ല. ഇവിടെ പൂർണ്ണമായും കുറ്റത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു പ്രതി അല്ലെങ്കിൽ പ്രതികൾ, അവരെ സംബന്ധിച്ച് ഇനി തിരക്കൊന്നുമില്ല. ഇനി തിരക്ക് കൂട്ടേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ എന്നത് CBI ആണ്. CBI എന്നത് പിണറായി വിജയന്റെയോ കേരളത്തിന്റെ സർക്കാരിന്റെയോ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസി അല്ല. അവർക്ക് അവരുടേതായ സമയമെടുക്കാം, അവർക്ക് പഠിക്കാം. കോടതിയുടേതായ സാവകാശം വേണ്ടി വരും. ഇവിടെ ജഡ്ജിമാർ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ശങ്കരൻ ഒഴിഞ്ഞതുപോലെ ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആയിരുന്നില്ല അവർ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഇതിനു മുൻപ് ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. അപ്പോഴും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇക്കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചു CBI ആണ് തിടുക്കം കാണിക്കണമെങ്കിൽ കാണിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു തിടുക്കം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു തിടുക്കവുമില്ല എന്ന് ഈ വിഷയം പരിഗണിക്കപ്പെടുന്ന വേളയിൽ, അതായത് വേഗം റിവിഷൻ ഹർജികൾ തീർപ്പാക്കണം എന്ന സർക്കാരിൻ്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ CBI ഒരു നിലപാടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കേസിൽ CBIക്ക് ഒരു താല്പര്യക്കുറവുണ്ടോ എന്ന് ആർക്കും തോന്നാമല്ലോ. അത് CBIയെ ഞാൻ ന്യായീകരിക്കുന്നില്ല, അതിനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. CBIയുടെ താല്പര്യത്തെക്കുറിച്ചോ താല്പര്യക്കുറവിനെ കുറിച്ചോ ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. CBIക്ക് താല്പര്യക്കുറവുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംശയിച്ചുകൊണ്ട് ഷാജഹാനോ നന്ദകുമാറിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഏത് സമയത്തും കടന്നു വരാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഇന്ന് ഹൈക്കോടതി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് റിവിഷനും അപ്പീലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റിവിഷൻ ഹർജി കേൾക്കുന്ന ജഡ്ജിയെ സംബന്ധിച്ച് ഒരു പരിമിതമായ ജൂറിസ്ഡിക്ഷനിൽ അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത് എന്ത് എന്നത് അതിന് ബോധ്യമുണ്ട്. അവിടെ ആ വിഷയം മാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ടാണ് 2 ഹർജിക്കാരെ ഇമ്മീഡിയറ്റ് കടന്നു വന്നവരെ ഇന്ന് കോടതി ഒഴിവാക്കിയത്. അതിനർത്ഥം CBI എല്ലാം നന്നായി ചെയ്യുന്നു എന്ന അഭിപ്രായമുള്ളത് കൊണ്ടല്ല. പക്ഷെ CBI ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. CBI നന്നായി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ഏജൻസിയെ തിരുത്തുന്നതിനുള്ള സംവിധാനമുണ്ട്, അതിനുള്ള നിയമവ്യവസ്ഥകളുണ്ട്. ആ സംവിധാനമാണ് പ്രവർത്തിക്കേണ്ടത്. TN പ്രതാപൻ, ഇക്കാര്യത്തിൽ നോക്കൂ, ഇവിടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കുറ്റാരോപിതരല്ല, മറിച്ച് വിടുതൽ നേടിയ ആളുകളാണ്. CBI അവരുടെ കേസ് നടത്തുന്നു, അത് നീതിന്യായ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി നമ്മൾ ഈ ഘട്ടത്തിൽ. അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കോടതിയിലേക്ക് പോകുന്നു, വീണ്ടും ലാവ്ലിൻ എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. കോടതി രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാനുള്ള ഒന്നല്ല എന്ന് പറഞ്ഞ് കോടതി ആ ശ്രമത്തെ നിരാകരിക്കുന്നു. ഇതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ CBIയുടെ റിവിഷൻ ഹർജികൾ കേൾക്കുകയാണ്.
കേൾക്കട്ടെ, എന്താണ് വരട്ടെ എന്ന് നോക്കാം എന്ന് നിലപാടെടുക്കാമല്ലോ നമുക്ക്. അല്ല, ആദ്യം തന്നെ ഇതിന്റെ വിടുതൽ നേടിയതുമായി ബന്ധപ്പെട്ട് തന്നെ സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് വിടുതൽ നേടിയത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ തിടുക്കത്തെ സംബന്ധിച്ചും സംശയമുണ്ട്. അതോടൊപ്പം അതിന് റിവിഷൻ കൊടുക്കാൻ കാലതാമസം ഉണ്ടായതിനെ കുറിച്ചും പരാതികളുണ്ട്. റിവിഷൻ കൊടുക്കേണ്ട സന്ദർഭത്തിൽ കുറച്ചുകൂടി നേരത്തെ റിവിഷൻ കൊടുത്തില്ല എന്നുള്ളതും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഉൾപ്പെടെ അതിനകത്ത് അന്നേ തന്നെ പരാതികളുണ്ടായി. റിവിഷൻ കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിടുതൽ മേടിച്ചു എന്നുള്ളതിൽ പൊതുവെ വിമർശനപരമായ സമീപനം CBI കൊടുത്ത വിടുതലിനെ കുറിച്ച്, CBI കോടതി കൊടുത്ത വിടുതലിനെ കുറിച്ച് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വീണ്ടും ഈ റിവിഷൻ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണ്. മറ്റേത് മുൻ വൈദ്യുതി മന്ത്രി സ്ഥാനത്താണ് ഇരുന്നത്, ഇപ്പോൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്താണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് തന്നെ ഒരു റിവിഷൻ, ഗവൺമെന്റ് തുടർച്ചയാണ്. അല്ലാതെ UDF എന്നും LDF എന്നോ ഗവൺമെന്റിനെ പറയാൻ പറ്റില്ല, ഗവൺമെന്റ് തുടർച്ചയാണ്. ഗവൺമെന്റ് കൊടുത്ത റിവിഷൻ നിലനിൽക്കുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അഗ്നിശുദ്ധി വരുത്തി അത് പൂർത്തിയാകുന്നതാണ് അദ്ദേഹത്തിന് പോലും നല്ലത്. കാരണം ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ CNAG ആണ് നമ്മുടെ പൊതുഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ആ CNAG വീണ്ടും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് തലവനാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായും ഈ പ്രോസസ്സുകൾ ഇനിയും പല പല വകുപ്പുകളിലും പല ഘട്ടങ്ങളിലും 5 വർഷക്കാലം ഇതേ പ്രതിയായിരുന്ന ആളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ CNAG ഓഡിറ്റ് വരുന്നത് എന്നുള്ളത് കൊണ്ട് CNAG കണ്ടെത്തിയ കാര്യത്തിന് ഒരു സ്കൂട്ടിനി പോലും അല്ല. അതെ, അതിൽ നേരിയ ഒരു ഭേദഗതി ഉള്ളത് മുടക്കിയ തുകയ്ക്ക് ആനുപാതികമായ നേട്ടമുണ്ടായിട്ടില്ല എന്നാണ് CAGയുടെ റിപ്പോർട്ടിലെ ശരിയായിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള പരാമർശം. ശ്രീ PS ശ്രീധരൻപിള്ള, കഴിഞ്ഞ തവണ ഇതേമാതിരി തന്നെ CBI കൂടുതൽ സമയം ചോദിച്ചിരുന്നു. ഇത്തവണ അവർ 2 മാസം കൂടി സമയം ചോദിച്ചിട്ടുണ്ട്. അത് പുതിയ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി വിജ്ഞാപനം ഇറക്കുന്നതിൻ്റെ താമസം എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. ഇത് CBIയെ സംബന്ധിച്ചൊരു ഹൈ പ്രൊഫൈൽ കേസാണല്ലോ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ മുൻപ് ആരോപണ വിധേയനായ, അദ്ദേഹം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന കേസാണ്. അതുകൊണ്ട് CBI ആ കേസിൻ്റെ പ്രാധാന്യം, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും നന്നായി തന്നെ ഈ കേസ് നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൂടെ? അഭിലാഷ്, ഇതിൽ ശ്രീ പിണറായി വിജയൻ സ്വാഭാവികമായും ഒരു പ്രഥമഘട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ തന്നെ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ മറിച്ച് സ്ഥാപിക്കുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണെന്നുള്ള നിയമവിവക്ഷയും പൊതുവിവക്ഷയുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് മറിച്ച് സ്ഥാപിക്കട്ടെ. പക്ഷെ അതേസമയത്ത് ഇതിൻ്റെ നാൾ വഴികളിലേക്ക്, ഈ കേസിൻ്റെ നാൾ വഴി നമ്മൾ മറക്കാൻ പാടില്ല. ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ നാൾ വഴി എങ്ങനെയാണ് ഹൈക്കോടതി ഈ കേസ് എങ്ങനെ എത്തിയത്? പബ്ലിക്ക് അതിനുവേണ്ടി പോയപ്പോഴാണ്, അല്ല കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അന്നത്തെ UPA സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരോ അല്ല അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ആ കേസ് പൊതുതാൽപര്യ ഹർജിയായി ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ എത്തിയ അവസരത്തിൽ ഞങ്ങളൊക്കെ കണ്ടതാണ്. ആ എത്തിയ അവസരത്തിൽ അവിടെ CBI അതിനെ എതിർത്തു. CBIക്ക് ഏൽപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ, UPA ഭരണകൂടം എതിർത്തു, കേരള സർക്കാർ എതിർത്തു. എല്ലാവരും എതിർത്തപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസും അന്നത്തെ ആ ജഡ്ജിമാർ, ന്യായാധിപന്മാർ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞ ഫയലുകളെല്ലാം അന്ത്യശാസനം കൊടുത്ത് നിയമത്തിൽ കർശനമായി അവർ ഇടപെടുമെന്ന് വന്ന ഘട്ടത്തിൽ ആ മുങ്ങിയ ഫയലുകളെല്ലാം വന്നു. അതെല്ലാം പരിശോധിച്ചു. ആ ജഡ്ജിമാർ 2 പേരും ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ആ ചീഫ് ജസ്റ്റിസിനെ കോലം കത്തിക്കുകയും അദ്ദേഹത്തെ പ്രതീകാത്മകമായി നാട് കടത്തുകയും ചെയ്ത നാടാണിത്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴിതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. CBIയുടെ നിലപാട് വന്ന് പാടില്ല, ഇത് എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അഫിഡവിറ്റ് കൊടുത്തോ അല്ല എന്തായാലും കോടതി സബ്മിറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇതിൽ ആരിൽ എന്തൊക്കെയോ നടക്കുന്നു എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇക്കാര്യത്തിൽ നമ്മുടെ പേഴ്സണൽ അഫയേഴ്സ് മിനിസ്ട്രി സെൻറ്ററിൽ അവരൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കും. കാരണം എന്തായാലും അതിൻ്റെ നിയമം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രിസംഷൻ ഇന്ന് പിണറായി വിജയൻ അനുകൂലമാണ്. കാരണം പ്രഥമ ഘട്ടത്തിൽ തന്നെ കുറ്റവിമുക്തനാകാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, അത്യപൂർവമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അത് മറിച്ച് സ്ഥാപിക്കുന്നവരെ അദ്ദേഹം കുറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വാടാക്ഷോഭം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് വരട്ടെ, അന്വേഷിക്കട്ടെ. ഏതായാലും നോട്ടിഫിക്കേഷൻ വേണം CBIയുടെ കൗൺസിലിന് വരണ്ടേ എന്നുള്ള വാദത്തോടെ ഞാൻ CBIയുടെ കൗൺസിലായിരുന്ന ആളാണ്. അവർക്ക് ആ കക്ഷിയെ ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റാൻഡിംഗ് കൗൺസിലിന് പകരം ഏത് ഘട്ടത്തിലും അയക്കാവുന്നതാണ്. ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിതുവരെ അങ്ങനെ നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഏതായാലും അതിനാണ് 2 മാസം സമയം എടുത്തതെന്ന് പറഞ്ഞാൽ 2 മാസത്തിലാണ് തീരട്ടെ, ആ കേസ് തീർന്നിട്ട് ഇതിലെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കട്ടെ. ജനങ്ങളുടെ അവകാശം നിഷേധിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
തീർച്ചയായും എന്തായാലും 2 മാസത്തിന് ശേഷം ഈ വിഷയത്തിലെ CBIയുടെ റിവിഷൻ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റ് ആളുകൾ ഈ കേസിൽ കക്ഷി ചേരാൻ നൽകിയ ഹർജികൾ കോടതി നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഈ ചർച്ച നടത്തിയത്. വളരെ നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ CR നീലകണ്ഠൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ TN പ്രതാപൻ ചർച്ചയിൽ പങ്കെടുത്തത്.